ഗുഡ് ഈവനിങ്. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്കാണ് ഇന്നത്തെ ക്ലാസ്. ചാപ്റ്റർ നമ്പർ 7 റൊട്ടേഷണൽ മോഷനാണ്. നമ്മൾ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം SCERT മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെയിറ്റേജ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 15 ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മാർക്ക്, ഓരോ ചാപ്റ്ററിന് എത്ര മാർക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പബ്ലിഷ് ചെയ്തു. അതിൽ ആദ്യത്തെ 8 ചാപ്റ്ററിനാണ് മെജോറിറ്റി മാർക്കും വരുന്നത്. ആദ്യത്തെ 8 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ കൂടി ഉള്ള ചാപ്റ്ററുകളിൽ നിന്ന്. ആദ്യത്തെ ചാപ്റ്ററിന് 1 മാർക്കേ ഉള്ളൂ. 1 മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ്. ഇപ്പൊ 120 മാർക്കിലേക്ക് വരുമ്പോൾ അതിന്റെ ഡബിൾ ആവും. അപ്പൊ അത് ഫസ്റ്റ് ചാപ്റ്ററിന് 1 മാർക്കാണ്. പിന്നെ 5 മാർക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, 8 മാർക്കാണ്. ഗ്രാവിറ്റേഷന് 7 മാർക്കുണ്ട്. ദപ്പൈ പഠിപ്പിക്കുന്ന ചാപ്റ്ററിന് 7 മാർക്കുണ്ട്. അങ്ങനെ മെജോറിറ്റി ഓഫ് ദ മാർക്കും വരുന്നത് ആദ്യത്തെ 8 ചാപ്റ്ററാണ്. പിന്നീട് മാർക്കിന്റെ കോൺട്രിബ്യൂഷൻ കുറയുന്നതായിട്ടാണ് കാണുന്നത്. 60-ല് 4 മാർക്കേ ഉള്ളൂ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന വലിയ ചാപ്റ്റർ. ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്, നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ. അതിൽ നിന്ന് ആകെ 4 മാർക്കേ കാണാനുള്ളൂ. അപ്പൊ അതിന്റെ ഡബിൾ ആയിരിക്കും ഉണ്ടാവുക. 60 മാർക്കിൽ 4 മാർക്ക്, 120 മാർക്കിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ 8 മാർക്ക് ഉണ്ടാവും. എന്താണെങ്കിലും ഈ ചാപ്റ്ററിലൊക്കെ അപ്പൊ അത്രയധികം മാർക്ക് ഉണ്ട് പറയാം. ലോസ് ഓഫ് മോഷനിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്, 8 മാർക്കാണ്. 60-ൽ 8 മാർക്ക്. അപ്പൊ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 16 മാർക്ക് ലോസ് ഓഫ് മോഷൻ ഉണ്ടാവും, 14 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവും, 14 മാർക്ക് ഗ്രാവിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ജയിക്കാൻ വേണ്ട മാർക്കുകളൊക്കെ ആദ്യത്തെ ഒരു 5-8 ചാപ്റ്ററിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ 70-80% മാർക്ക് വരെ സ്കോർ ചെയ്യാം. അതുകൊണ്ട് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറക്കാതിരിക്കാൻ വേണ്ടി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ 2 പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ കുറേശ്ശെ ഒപ്പം റിവിഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും 1ാമത്തെ ചാപ്റ്റർ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അത് ശനി ഞായർ ദിവസങ്ങളിൽ മനഃപൂർവ്വം നിങ്ങളെ പുതുതായി പഠിപ്പിക്കാതിരിക്കുന്നതാണ്. ഞങ്ങൾ ഫ്രീ അല്ലാഞ്ഞിട്ടോ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ല. നിങ്ങൾ ആ 2 ദിവസം മുമ്പത്തെ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വിഷയങ്ങളും ഉണ്ടല്ലോ, 6 വിഷയങ്ങൾ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ദിവസം നല്ലോണം ഉപയോഗിക്കാനുണ്ടോ. അതുകൊണ്ട് ഇതുവരെയും ചെയ്യാത്തവര് ഈ നിമിഷം വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, റിവിഷൻ ചെയ്യുന്നില്ലെങ്കിൽ തുടങ്ങിക്കോളുക നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ. പഠിപ്പിച്ച് തീർന്ന ആദ്യ ചാപ്റ്ററുകൾ എല്ലാ വിഷയങ്ങളുടെയും എല്ലാവരും ഏകദേശം പകുതി പിന്നിട്ടുണ്ടാവും. നമ്മൾ പകുതി പിന്നിട്ടു. അപ്പോ ഓരോ വിഷയത്തിന്റെയും ആദ്യത്തെ ചാപ്റ്ററുകൾ മറന്നു തുടങ്ങി എന്ന് തോന്നിയാൽ അതിനെ അനുവദിക്കാതിരിക്കുക. കുറേശ്ശെ സമയം റിവിഷന് വേണ്ടിയിട്ട് അത് ശനി ഞായറിൽ ഉപയോഗിക്കുക. ബാക്കിയുള്ള തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ ഒപ്പം യാത്ര ചെയ്യുക. ശനി ഞായറിലും റിവിഷന്റെ റിവിഷൻ, അപ്പൊ റിവിഷൻ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ റിവിഷനാണ്, അതിന്റെ റിവിഷൻ. അപ്പൊ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വലിയ അപകടമൊന്നും പറ്റില്ല. നമുക്ക് ഈസി ആയിട്ട് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാം, നല്ല കോൺഫിഡന്റ് ആയിട്ട് വരും. ഇന്നലെയൊക്കെ ലോസ് ഓഫ് മോഷൻ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായേണ്ട ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും മറ്റുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അതിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടഫായ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പരുവപ്പെട്ടാൽ നമുക്കൊന്നും പേടിക്കാതെ പബ്ലിക് എക്സാമിനേഷന് പോകാൻ പറ്റും, ഫിസിക്സ് ഒക്കെ. അപ്പൊ അതായിരിക്കണം നമ്മളെ ലക്ഷ്യം. അപ്പൊ ഒപ്പം യാത്ര ചെയ്യുക, ഒപ്പം റിവിഷനും റിവിഷനും ഒക്കെ കൊണ്ടു നടക്കുക. എവിടെയെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ കൺസേൺഡ് അധ്യാപകരോട് ചോദിക്കാൻ മടിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ പേര് റൊട്ടേഷണൽ മോഷൻ, റിജിഡ് ബോഡി റൊട്ടേഷൻ എന്നൊക്കെ പുസ്തകത്തിലുണ്ട്. ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗം സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇപ്പൊ അത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു വാക്ക് കേൾക്കുക, എന്താണ് സെന്റർ ഓഫ് മാസ്. ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ്. ഇപ്പൊ നമ്മളെ ശരീരം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നിട്ടല്ലേ നമ്മളെ ബോഡി ഉണ്ടായത്. ഗ്യാസ് അതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മളെ ശരീരം ഗ്യാസും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളെ ശരീരം റിജിഡ് ബോഡിയാണ്, അതേ സമയത്ത് ഗ്യാസോ നോൺ റിജിഡ് ആണ്. അപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തന്നെ റിജിഡും ആവാം നോൺ റിജിഡും ആവാം. റിജിഡും നോൺ റിജിഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള ദൂരം സിസ്റ്റം മൂവ് ചെയ്യുമ്പോഴും മാറുന്നില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചലിക്കുമ്പോഴും ഈ ഓട്ടയിൽ നിന്ന് ഈ ഓട്ടയിലേക്കുള്ള ദൂരം മാറുന്നുണ്ടോ? ഈ ചെവിയിൽ നിന്ന് ഈ ചെവിയിലേക്കുള്ള ദൂരം മാറുന്നുണ്ടോ? ഈ കണ്ണിൽ നിന്ന് ഈ കണ്ണിലേക്കുള്ള ദൂരം മാറുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ
ഞാനെന്ന് പറയുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ചലിക്കുമ്പോൾ ഇതിലുള്ള പാർട്ടിക്കിൾസ് ഇപ്പൊ ഈ രണ്ട് കണ്ണിനെ പാർട്ടിക്കിൾസ് ആയിട്ട് എടുത്തു. ഈ കണ്ണിൽ നിന്ന് ഈ കണ്ണിലേക്കുള്ള ദൂരം മാറുന്നില്ല ഞാൻ അങ്ങനെ പോയാലും. അപ്പോൾ ഞാൻ എന്താണ്? റിജിഡ് ബോഡിയാണ്. അതേസമയത്ത് ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെയാണ് പോകുന്നതെങ്കിലോ അവർക്ക് ഇടയ്ക്കുള്ള ദൂരം എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ? ഇല്ല. പല സമയത്ത് ചിലപ്പോൾ അകന്നു പോകും, ചിലപ്പോൾ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോ അതെന്താണ്? നോൺ റിജിഡ് ആണ്. അപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് റിജിഡും ആവാം, നോൺ റിജിഡും ആവാം. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് റിജിഡ് ആയിട്ടുള്ള ബോഡിയുടെ റൊട്ടേഷനാണ്, റൊട്ടേഷണൽ മോഷനാണ്. അപ്പൊ അങ്ങനത്തെ മോഷൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ മാസ് മുഴുവൻ അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്, കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. വാക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ, കാരണം നമുക്ക് വരുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലത്ത് അത് ഉപയോഗിക്കാറുണ്ട്. The point at which the entire mass of the system is assumed to be concentrated is called center of mass of that system. ആ സിസ്റ്റത്തിന്റെ എല്ലാ പാർട്ടിക്കിൾസിന്റെയും കൂടിയിട്ടുള്ള ആകെ മാസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്നിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. എന്താണ് അതിന്റെ പ്രാധാന്യം? ഈ സിസ്റ്റത്തിന്റെ മൊത്തം മോഷന് ഈക്വലന്റ് ആയിരിക്കും, സമാനമായിരിക്കും ആ സെന്റർ ഓഫ് മാസിന്റെ മോഷൻ. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഒരു സിസ്റ്റത്തിനെ, വലിയൊരു സിസ്റ്റത്തിനെ ഒന്നിച്ചു നോക്കാതെ ഒരു പോയിന്റിന്റെ ചലനം മാത്രം അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആ പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. അപ്പൊ ഇത് ആദ്യത്തെ ഒരു ടോപ്പിക്കാണ്. നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ വല്ലാണ്ട് പോകുന്നില്ല. നിങ്ങൾ പുസ്തകത്തിൽ ജസ്റ്റ് അതിന്റെ ഒരു ഫോർമുലയൊക്കെ എഴുതിയിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് സെന്റർ ഓഫ് മാസിനെ ലൊക്കേറ്റ് ചെയ്യുക, അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു m1r1 പ്ലസ് m2r2 പ്ലസ് m3r3 പ്ലസ് എക്സെട്ര all divided by m1 plus m2 plus m3 plus etc. എന്ന ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടാവും. m1 m2 m3 എന്നൊക്കെ പറഞ്ഞാൽ ആ സിസ്റ്റത്തിലെ ഓരോ പാർട്ടിക്കിൾസിന്റെ മാസുകളാണ്. r1 r2 r3 എന്നൊക്കെ പറഞ്ഞാൽ ഓരോ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെയാ കാണുക? അതിൽ നിന്ന് സാധാരണ ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇപ്പൊ തൽക്കാലം ഫോക്കസിന് പുറത്തായതുകൊണ്ട് ഞാൻ അതിനെ വിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്. യെസ്, നമ്മളിപ്പോ റൊട്ടേഷണൽ മോഷനിലേക്ക് പോകാൻ. അപ്പൊ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പഠിക്കണം. അപ്പൊ ഞാൻ ബോർഡിന്റെ മുകളിൽ വരച്ചിട്ടുണ്ട് ഒരാൾ തിരിയുന്നത്. തൽക്കാലം ഒരു പാർട്ടിക്കിൾ തിരിയുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ വാച്ചിലെ സൂചി തിരിയുന്നതൊക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന റൊട്ടേഷൻ മോഷൻ ക്ലോക്കിലെ സൂചിയുടെ ഭാഗങ്ങളായിരിക്കും. അപ്പൊ ക്ലോക്കിലെ സൂചിയുടെ തറ്റം വിചാരിച്ചാൽ, ക്ലോക്കിലെ സൂചി മൊത്തം വിചാരിക്കേണ്ട, ക്ലോക്കിലെ സൂചിയുടെ തറ്റമാണ് ഞാൻ ഈ കുത്തിട്ടിരിക്കുന്നത്. ആ കുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ വേഗത്തിലും കറങ്ങാം, പല വേഗത്തിലും അതിന് കറങ്ങാൻ പറ്റും. ക്ലോക്കിലെ സൂചി ആയതുകൊണ്ട് ഒരേ വേഗത്തിലാണ് കറങ്ങുന്നത്. അപ്പൊ കുറച്ച് വാക്കുകൾ ഞാൻ പറയുകയാണ്. ആദ്യം ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെയാണ് കറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു വട്ടത്തിന്റെ ചുറ്റളവിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇറ്റ് ഈസ് കോൾഡ് സർക്കുലാർ മോഷൻ. നമ്മൾ പഠിക്കുന്നത് റൊട്ടേഷണൽ മോഷനാണ്. എന്താണ് അതിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ മെല്ലെ അവിടേക്ക് വരും. എന്താണെങ്കിലും ഇതിനെ സർക്കുലാർ മോഷൻ എന്ന് വിളിക്കാം. അങ്ങനെ സർക്കുലാർ മോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് ആണ് r. അപ്പൊ അയാൾ കറങ്ങുന്ന സർക്കുലാർ പാത്തിന്റെ റേഡിയസ് ആണ് r എന്ന് മനസ്സിലാക്കുക. ഇനി അയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ്, ഇപ്പൊ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ള പീരിയോഡ്. ടൈം ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഈസ് കോൾഡ് പീരിയോഡ്. ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങാൻ, ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടാൽ തിരിച്ച് അവിടേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് പീരിയോഡ്. അപ്പൊ രണ്ടാമത്തെ വാക്ക് ഇതിനോട് ചേർന്ന് വരുന്നതാണ്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി. സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരം ന്യൂ എന്ന് ഉപയോഗിക്കാം. എന്താണ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓർ റൊട്ടേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വട്ടം കറങ്ങും, അതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ഇവര് തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. പീരിയോഡും ഫ്രീക്വൻസിയും പരസ്പരം റെസിപ്രോക്കലാണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് (10⁻⁻1) ആണ്, അല്ലെങ്കിൽ ഹേർട്സ് ആണ്, അല്ലെ? ഇവിടെ ആണെങ്കിൽ സെക്കൻഡ് ആണ്. 1/second എന്നുള്ളതാണ് (10⁻⁻1) വിളിച്ചത്. അപ്പൊ ഫ്രീക്വൻസി (10⁻⁻1) പറയാം. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ പറയാം ഹേർട്സ് എന്നുള്ള സയന്റിസ്റ്റിന്റെ പേരിലുള്ള യൂണിറ്റ് ആണ്, ഹേർട്സിലാണ്. അപ്പൊ പീരിയോഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലായി, അവർ തമ്മിലുള്ള റിലേഷനും മനസ്സിലായി. അടുത്തൊരു വാക്ക്, ഇവിടെ തിരിയുന്ന സമയത്ത് അയാളുടെ പൊസിഷനെ കാണിക്കുക. വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിക്കിളുടെ പൊസിഷനെ കാണിക്കുക. ഈ പൊസിഷൻ ഇതാണ്. ഈ പൊസിഷനെ കാണിക്കുന്ന പൊസിഷൻ വെക്ടറിനെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? അപ്പൊ എ എന്ന് പറയുന്ന പൊസിഷനിലാണ് പാർട്ടിക്കിൾ ഇപ്പൊ ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ എ എന്നുള്ള പൊസിഷനിലാണ്. സെന്റർ O ആണെന്ന് വിചാരിക്കുക. ഈ സെന്ററിനെ ഇരിക്കുന്ന പൊസിഷനായിട്ട് കൂട്ടി വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതാണ് നമ്മുടെ റേഡിയസ്. അതിനൊരു ഏരോ മാർക്കും കൂടി ഇല്ല പുറത്തേക്ക്. അപ്പൊ അതാണ് റേഡിയസ് വെക്ടർ. അപ്പൊ അതാണ് R വെക്ടർ ആയിട്ട് ഞാൻ എഴുതിയത്. അപ്പൊ OA ഈസ് ദ പൊസിഷൻ വെക്ടർ ആണ്. അതിനെ ഇപ്പൊ നമ്മൾ വിളിക്കുക റേഡിയസ് വെക്ടർ എന്നാണ്.
അപ്പോ റേഡിയസ് വെക്ടർ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞാൽ റേഡിയസ് വെക്ടർ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഈ പാർട്ടികൾ തിരിഞ്ഞ് ഇവിടേക്ക് എത്തിയാൽ ഡി എന്നുള്ള പൊസിഷനിലെത്തി. നൗ റേഡിയസ് വെക്ടർ ഇങ്ങോട്ടായി. ഇതാണ് ഇപ്പോഴത്തെ റേഡിയസ് വെക്ടർ. ഈ റേഡിയസ് വെക്ടറും ഈ റേഡിയസ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, നീളം സെയിം ആണ്, വില സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വെക്ടർ മാറി. മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്, പക്ഷെ ഡയറക്ഷൻ മാറി, ഇങ്ങോട്ട് ഏറെ മാർക്കായി. എന്താണെങ്കിലും ഇങ്ങനെ തിരിയുന്ന സമയത്ത് അയാൾ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച ദൂരം, ആ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച ദൂരത്തിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം. അപ്പൊ അതിനെ നമ്മൾ വിളിക്കാം ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ പാർട്ടിക്കിള് എയിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോ കറങ്ങി ബിയിലേക്ക് എത്തി. അപ്പൊ ഈ സഞ്ചരിച്ച ഈ പാതയുടെ നീളത്തിനെ ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇവിടുന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. തൽക്കാലം നമ്മൾ ഈ ആർക്കും ഈ സ്ട്രൈറ്റ് ലൈനും സെയിം ആയിട്ട് എടുക്കണം. അതായത് ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്, എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന ഈ ആർക്കാണ് ഡിസ്റ്റൻസ്. തൽക്കാലം ഈ ആംഗിൾ, ഇവിടെ ഉണ്ടാക്കിയ ആംഗിള് ചെറുതാണെങ്കിൽ നമുക്ക് ഈ ആർക്കിനെയും ഈ സ്ട്രൈറ്റ് ലൈനിനെയൊക്കെ സെയിം ആയിട്ട് എടുക്കാം, ഈ ആംഗിൾ ചെറുതാവുന്നു. അപ്പോ ആ തൽക്കാലം എ ബി എന്ന് പറയുന്ന ഈ ദൂരത്തിനെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരം എസ്. ഓക്കെ, ലീനിയർ എന്ന് വിളിക്കാൻ കാരണം എയിൽ നിന്ന് ബിയിലേക്കുള്ള നീളത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇനി ഇങ്ങനെ കറങ്ങിയ സമയമാണ് ടി എന്ന് വിചാരിക്കുക. അതിനെടുത്ത ടൈമാണ് ടി. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അക്ഷരങ്ങളാണ്. എയിൽ നിന്ന് തുടങ്ങി തിരിച്ച് എയിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് പീരിയോഡ്. പക്ഷെ ഇപ്പൊ തൽക്കാലം എയിൽ നിന്ന് തുടങ്ങി ബിയിലേക്ക് എത്തിയിട്ടുള്ളൂ, അതിനെടുത്ത സമയമാണ് ടി. അപ്പോഴുണ്ടായ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ്. ആ സമയത്ത് അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ ഒരു ആംഗിള്, ഈ റേഡിയസ് വെക്ടർ, ഇങ്ങനെ ഉണ്ടായിരുന്ന റേഡിയസ് വെക്ടർ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഉണ്ടായിരുന്ന റേഡിയസ് വെക്ടർ ഇങ്ങനെ തിരിഞ്ഞ് ഇവിടേക്കായി അല്ലെ. ഈ റേഡിയസ് വെക്ടർ പേനയായിട്ട് കാണിച്ചിരുന്ന OA ആയിരുന്നു. അത് സമയം ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കറങ്ങി OB ആയിട്ട് മാറി. ഇപ്പോൾ ഇവിടെ കറങ്ങിയപ്പോ ഉണ്ടാക്കിയ ഒരു ആംഗിൾ ഉണ്ട്, ആംഗിളാണ് തീറ്റ. അതിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അടുത്ത വാക്ക് നമ്മൾ കേട്ടു, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഉപയോഗിക്കുന്ന അക്ഷരം സാധാരണ തീറ്റ. അപ്പൊ ഞാനൊരു റിലേഷൻ എഴുതാൻ പോവാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ടി സെക്കൻഡ് കൊണ്ട് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എസ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഇവരൊക്കെ യൂണിറ്റുകൾ എന്താണ്? ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, ആംഗിളിന്റെ യൂണിറ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ഡിഗ്രിയിൽ ഒരിക്കലും പറയാൻ പാടില്ല, SI സിസ്റ്റത്തിലാണ് പറയുക, റേഡിയൻ. ഓക്കെ, അപ്പോ നമുക്ക് അറിയാവുന്ന കാര്യം ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഫോർമുല എല്ലാവർക്കും അറിയാം. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. സ്കൂൾ പഠിച്ചുള്ള മാത്തമാറ്റിക്സിലെ ബേസിക് ഇക്വേഷൻ. സോ ആംഗിളിന്റെ സ്ഥാനത്ത് ഇപ്പൊ നമ്മളുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഓക്കെ, ഈക്വൽ ടു ആർക്കിന്റെ സ്ഥാനത്ത് നമ്മളുടെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എസ് ഡിവൈഡഡ് ബൈ റേഡിയസ് എത്രയാ? ക്യാപിറ്റൽ ആർ ആണ്. ഈ സ്മോൾ ആർ എടുക്കേണ്ട, അത് റേഡിയസ് വെക്ടർ ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് ആർ. So angle is equal to arc by radius. Angular displacement is equal to arc ന്റെ നീളമാണ് നമ്മുടെ linear displacement by radius ന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ കിട്ടി. S is equal to R theta. Linear displacement S ഉം angular displacement തീറ്റയും R റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിൽ ഉള്ള ബന്ധം S equal to R theta. ഇമ്പോർട്ടന്റ്, ഓർമ്മിച്ചു വെക്കുക. ഇത് അറിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് സമയം കൊണ്ട് ഹരിക്കാം. ഇതിനൊക്കെ എടുത്ത സമയം ടി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടത് ഭാഗത്ത് ടി കൊണ്ട് ഹരിക്കുകയാണ്. അപ്പൊ S by T. ഇടത് ഭാഗത്ത് ടി കൊണ്ട് ഹരിച്ചാൽ വലത് ഭാഗത്തും ടി കൊണ്ട് ഹരിക്കണം. സോ R theta by T എന്ന് എഴുതി. ഇവിടെ ടി കൊണ്ട് ഹരിച്ചു, ഇവിടെ ടി കൊണ്ട് ഹരിച്ചു. സോ S by T എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ദാറ്റ് ഈസ് കോൾഡ് ലീനിയർ വെലോസിറ്റി ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ അടുത്ത റിലേഷൻ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ ടോപ്പിക്, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ ഞാൻ പുതിയൊരു ക്വാണ്ടിറ്റീനെ കൊണ്ടുവന്നു. ആരാണ് അയാള്? ആംഗുലാർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതാൻ പറ്റും, ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. നമ്മള് ഡി എക്സ് ബൈ ഡി ടി എന്നൊക്കെ ലീനിയർ വെലോസിറ്റിക്ക്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് എഴുതുന്ന പോലെ ആംഗുലാർ വെലോസിറ്റിക്കും എപ്പോഴും ഒരേ സമയം കൊണ്ട് ഒരേ ആംഗിളാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം, തീറ്റ ബൈ ടി. യൂണിഫോം ആയാണ് തിരിയുന്നെങ്കിൽ, ഒരേ സ്പീഡിലാണ് തിരിയുന്നെങ്കിൽ, ഒരേ സമയം കൊണ്ട് ഒരേ ആംഗിളാണ് തിരിയുന്നതെങ്കിൽ നിങ്ങൾ തീറ്റ ബൈ ടി എന്ന് എഴുതിയാൽ. പക്ഷെ തുടർച്ചയായിട്ട് ഓരോ സെക്കൻഡിലും ആംഗിൾ തിരിയുന്നതിന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഡിഫറൻഷ്യൽ ആയിട്ട് എഴുതും. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി എന്നുള്ള അർത്ഥം വരും. അപ്പൊ ഡി തീറ്റ ബൈ ഡി ടി. ഡി ടി എന്ന് പറയുന്ന ചെറിയ സമയം കൊണ്ട് ഡി തീറ്റ എന്ന് പറയുന്ന ചെറിയ ആംഗിൾ തിരിഞ്ഞാൽ ആ ഇൻസ്റ്റന്റിലുള്ള ആംഗുലാർ വെലോസിറ്റി ഡി തീറ്റ ബൈ ഡി ടി. അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, ആംഗിൾ
turned in 1 second. ഒരു സെക്കൻഡിൽ തിരിഞ്ഞ ആംഗിൾ അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. ടൈം റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ യൂണിറ്റ് അറിയണം. എന്താ SI യൂണിറ്റ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് SI യൂണിറ്റ് ഈസ് റേഡിയൻ ബൈ ടൈമിന്റെ SI യൂണിറ്റ് ഈസ് സെക്കൻഡ്. നോക്കാം, ഇത് ഫോക്കസ് ഏരിയയിലുള്ള പോയിന്റ് ആണ്, അപ്പൊ അതുകൊണ്ട് ഇനി നന്നായിട്ട് അറിയണം. അപ്പൊ ആംഗുലാർ സ്പീഡിന്റെ ആംഗുലാർ വെലോസിറ്റിയുടെ SI യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ഡയമെൻഷണൽ ഫോർമുല, ആംഗിളിന്റെ ഡയമെൻഷൻ ഫോർമുല ഇല്ല, നമുക്കറിയാം, നോ ഡയമെൻഷൻ ഫോർമുല. അടിയിൽ സമയമാണ്, സമയത്തിന്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ T. സോ ഡയമെൻഷൻ ഫോർമുല ഈസ് 1/t എന്ന് വരും, ദാറ്റ് ഈസ് T⁻⁻1. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് T⁻⁻1. SI യൂണിറ്റ് ഈസ് റേഡിയൻ പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ, ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എൻ ആക്സിയൽ വെക്ടർ ആണ്. ആക്സിസിലൂടെ അനുഭവപ്പെടുന്ന വെക്ടർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആക്സിയൽ വെക്ടർ. എന്താണ് ആക്സിസ്? ഈ വട്ടത്തിൽ ഈ പാർട്ടിക്കിൾ കറങ്ങുന്ന സമയത്ത് ഈ സർക്കിളിന്റെ പ്ലെയിന്, അതായത് ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ, അതാണ് ആക്സിസ്. അപ്പൊ ഇതാണ് സർക്കിൾ കറങ്ങുന്ന ആ പാത. അപ്പൊ അതിന്റെ പ്ലെയിൻ ഈ ബോർഡാണ്. ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതായത് ഇതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈൻ, ഇപ്പൊ ഈ പേന വെച്ചിരിക്കുന്നത് ആ ഇമാജിനറി ലൈനാണ്. ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിസ്. അപ്പൊ ഈ ആക്സിസിലൂടെയാണ് ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അതുകൊണ്ട് അതിനെ ആക്സിയൽ വെക്ടർ എന്ന് പറയും. ഈ ആക്സിസിലൂടെ ഉള്ളിലേക്കും ആവാം, ഈ ബോർഡിന്റെ ഉള്ളിലേക്കും ആവാം, ബോർഡിന്റെ പുറത്തേക്കും ആവാം. അതായത് ഈ സർക്കുലർ മോഷന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്കും ആവാം, പുറത്തേക്കും ആവാം. എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ കാണാൻ? ശ്രദ്ധിക്കുക. ആംഗുലാർ വെലോസിറ്റി ആക്സിയൽ വെക്ടർ ആണ്. അതിന്റെ ഡയറക്ഷൻ കാണാനുള്ള വഴി ഏറ്റവും എളുപ്പത്തില് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അതേപോലെ ഉപയോഗിക്കാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. വലത്തെ കൈയിന്റെ കേൾഡ് ഫിംഗേഴ്സ്, ഇതാണ് കേൾഡ് ഫിംഗേഴ്സ്. വലത്തെ കൈയിന്റെ കേൾഡ് ഫിംഗേഴ്സ് കറങ്ങുന്ന ദിശയിൽ പിടിക്കുക. അപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഞാൻ ഇവിടെ ചിത്രത്തിൽ കാണിച്ചത്. അപ്പൊ കേൾഡ് ഫിംഗേഴ്സ് കറങ്ങുന്ന ദിശയിൽ പിടിച്ചപ്പോ തമ്പ് ഉള്ളിലേക്ക് പോയി. അപ്പൊ ഈ കേസില് ആക്സിസിലൂടെ ഉള്ളിലേക്കാണ് ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ആ സമയത്ത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിയുന്നതെങ്കിലോ ഇങ്ങനെയാണ് തിരിയുന്നത് വിചാരിക്കും. ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയി. അപ്പൊ ഞാൻ കേൾഡ് ഫിംഗേഴ്സ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പിടിച്ചു. അപ്പൊ തമ്പ് എവിടേക്കാ വന്നത്? പുറത്തേക്കാ വന്നത്. തമ്പ് പുറത്തേക്ക് വന്നു. ആ സമയത്ത് ആംഗുലാർ വെലോസിറ്റി ആക്സിസിലൂടെ പുറത്തേക്ക്. ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയുമ്പോൾ ആക്സിസിലൂടെ ഉള്ളിലേക്ക്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയുമ്പോൾ ആക്സിസിലൂടെ പുറത്തേക്ക്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് നിങ്ങൾ തന്നെ ഒന്ന് കൈവച്ച് ശീലിക്കുക. അപ്പൊ അതാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ. ആക്സിസിലൂടെ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അപ്പൊ നമ്മൾ ചോദിക്കും സ്വാഭാവികമായിട്ട് ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താ? നമ്മളെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കാണോ കർവ്ഡ് മോഷൻ ഉള്ളത്, എവിടേക്കാണോ സർക്കുലർ മോഷൻ ഉള്ളത്, അവിടെയൊക്കെ ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജന്റിലൂടെയാണ്. ഇതാണ് ടാൻജന്റ്. ഇവിടെയാണെങ്കിൽ ഇതാണ് ടാൻജന്റ്. എവിടെയാണോ നമ്മൾ പോയിന്റ് ഉള്ളത് അവിടുന്ന് നേരെ സ്ട്രൈറ്റ് ലൈൻ പുറത്തേക്ക് ആരോ മാർക്ക് ഇടുക. ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് ആരോ മാർക്ക് ഇടുക. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് തിരിയുന്നെങ്കിൽ ഇങ്ങോട്ട് ആരോ മാർക്ക് ഇടുക. അപ്പൊ ഈ പോയിന്റിലെ ഡയറക്ഷൻ ഇങ്ങനെ, ഈ പോയിന്റിലെ ഡയറക്ഷൻ ഇങ്ങനെ. ഇവിടെയാണെങ്കിൽ നേരെ തിരിഞ്ഞു ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇങ്ങോട്ട്. അപ്പൊ ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. എ എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോൾ ഉള്ള സമയത്തില് അയാളുടെ ലീനിയർ വെലോസിറ്റി ഇങ്ങനെയാണ്. ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണെന്ന് പറയുന്നത്? ആക്സിസിലൂടെ എങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയുമ്പോൾ ഉള്ളിലേക്ക്. ഓക്കെ, റേഡിയസിന്റെ ഡയറക്ഷൻ പറഞ്ഞു എപ്പോഴും പ്ലെയിനിൽ തന്നെയാണ്. അപ്പൊ റേഡിയസും ലീനിയർ വെലോസിറ്റിയും പ്ലെയിനിലാണ്. അവർക്കിടയ്ക്കുള്ള ആംഗിൾ എത്രയാ? റേഡിയസിനും ടാൻജന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയാണ്. അപ്പൊ റേഡിയസിനും ലീനിയർ വെലോസിറ്റിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ആംഗുലാർ വെലോസിറ്റി ഉള്ളത് ഈ പ്ലെയിനിന് തന്നെ പെർപെൻഡിക്കുലർ ആണ്. അതായത് ആറിനും പെർപെൻഡിക്കുലർ ആണ്, ബിക്കും പെർപെൻഡിക്കുലർ ആണ് ഒമേഗ. ശ്രദ്ധിക്കാം, റേഡിയസിനും പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെയല്ലേ ഒമേഗ നമ്മൾ പറഞ്ഞത്? ഉള്ളിലേക്ക്, ഇങ്ങനെ ഉള്ളിലേക്ക്. അപ്പൊ ആറിനും പെർപെൻഡിക്കുലർ ആണ്, വിക്കും പെർപെൻഡിക്കുലർ ആണ്. ആറും വി ഓൾറെഡി പെർപെൻഡിക്കുലേഴ്സ് ആണ്, കാരണം റേഡിയസും ടാൻജന്റ്. പക്ഷെ അവർ ഈ പ്ലെയിനിൽ തന്നെയാണ്, നമ്മളെ സർക്കിൾ നിൽക്കുന്ന പ്ലെയിനിലാണ്, അതായത് ബോർഡിൽ തന്നെയാണ്, പേപ്പറിൽ തന്നെയാണ്. പക്ഷെ ആംഗുലാർ വെലോസിറ്റി ആ ബോർഡിന് തന്നെ പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് റേഡിയസിനും വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആണ് ആംഗുലാർ വെലോസിറ്റി. ഇതാണ് അവർ തമ്മിലുള്ള ഡയറക്ഷന്റെ ബന്ധം. നന്നായി മനസ്സിലാക്കിക്കോളാം. ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ പോയിന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് വെക്ടർ ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നു. ഏരോ മാർക്ക് ഔട്ട്വേർഡ് ഇടുക, വസ്തുവിന്റെ പൊസിഷനും സെന്ററും കൂട്ടി വരയ്ക്കുക. ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ടാൻജന്റ് വരച്ചാൽ ലീനിയർ വെലോസിറ്റി അതിന്റെ ഡയറക്ഷൻ കിട്ടും. ഇനി ആ ആക്സസ്, അതായത് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ, അതിൽ എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിയുന്നതെങ്കിൽ
ഉള്ളിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിയുമെങ്കിൽ പുറത്തേക്കായിരിക്കും ആക്സിയൽ വെക്ടർ ആയിട്ടുള്ള ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇനി ഇതൊക്കെ നമ്മൾ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ, ഇപ്പൊ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എഴുതി V = R ഒമേഗ, ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ ഇതാണ് അതിന്റെ റിലേഷൻ. V വെക്ടർ ഈക്വൽ ടു ആർക്കൊക്കെയാണ്? ആറിനും ഒമേഗയ്ക്കും പെർപെൻഡിക്കുലർ ആണ് അല്ലെ? ഈ ആറിനും ഈ റേഡിയസ് വെക്ടറിനും ഈ ആംഗുലാർ വെലോസിറ്റി ഇങ്ങനെ ഈ രണ്ടാൾക്കാർക്കും പെർപെൻഡിക്കുലർ ആണ് ഈ വെലോസിറ്റി. അതുകൊണ്ട് V = ഒമേഗ ക്രോസ് R ഇങ്ങനെ തന്നെ പഠിക്കണം. linear velocity is equal to angular velocity cross radius. അപ്പൊ ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എ ക്രോസ് ബി ഇസ് എ ബി സൈൻ തീറ്റ. ഒമേഗ ക്രോസ് ആർ ഈസ് ഒമേഗ ആർ സൈൻ തീറ്റ. ഒമേഗയ്ക്കും ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് സൈൻ 91 ആയി പോകും, സിമ്പിളി ആർ ഒമേഗയ്ക്ക് മാറും. അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് V = R ഒമേഗ. വെക്ടർ ഫോമിൽ നന്നായിട്ട് ഓർമ്മിക്കുക. വെക്ടർ V = ഒമേഗ ക്രോസ് ആർ, മാഗ്നിറ്റ്യൂഡ് R ഒമേഗ. മാഗ്നിറ്റ്യൂഡ് ഡിറൈവ് ചെയ്ത വഴി ശ്രദ്ധിക്കുക. ആംഗിൾ = ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ തീറ്റ = linear displacement by radius. So S = R theta. രണ്ട് ഭാഗത്തും ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇങ്ങനെ എഴുതാം, ds/dt എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് ds/dt രണ്ട് ഭാഗത്തും ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു ഈക്വൽ ടു ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dθ/dt. ഈ dθ/dt ആണ് ഒമേഗ, ds/dt ആണ് linear velocity. So linear velocity is equal to radius into angular velocity. Okay, ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇതിനെ വെക്ടർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഒമേഗ ക്രോസ് ആർ ആണ്. ആർ ക്രോസ് ഒമേഗ അല്ല, ആർ ക്രോസ് ഒമേഗ അല്ല, ഒമേഗ ക്രോസ് ആർ ആണ്. എന്നാലേ ഡയറക്ഷൻ ഒക്കെ ശരിയാവും. ഇനി ഒമേഗയുടെ ഡയറക്ഷൻ കാണാനുള്ള വഴിയാണ് റൈറ്റ് ഹാൻഡ് തമ്പ്. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഇനി നമുക്കൊരു കാര്യം കൂടി പറയാം. നേരത്തെ പറഞ്ഞു ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയമാണ് പിരിയോഡ്. അപ്പൊ നമുക്ക് ആംഗിൾ ഒരു പ്രാവശ്യം കറങ്ങിയാൽ എത്ര ആംഗിൾ തിരിയും? ഇവിടുന്ന് തുടങ്ങി ഇവിടേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് പിരിയോഡ്. അപ്പൊ എത്ര ആംഗിൾ കറങ്ങിണ്ടാവും? 2π റേഡിയൻ അല്ലെ? ഒരു ഫുൾ വട്ടം കറങ്ങിയാൽ 360 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2π റേഡിയൻ ബൈ അതിനെടുക്കുന്ന സമയമാണ് പിരിയോഡ്. ആംഗിൾ ബൈ ടൈം. ആംഗിൾ 2π റേഡിയൻ ഒരു വട്ടം കറങ്ങിയാൽ അതിനെടുക്കുന്ന സമയം പിരിയോഡ്. സോ 2π ബൈ പിരിയോഡ്. അതിൽ 1 ബൈ പിരിയോഡ് എന്ന് പറഞ്ഞ സാധനം ഫ്രീക്വൻസിയാണ്. സോ 1 ബൈ പിരിയോഡ് പറഞ്ഞ ഫ്രീക്വൻസി കൊടുത്താൽ 2π ഇൻറ്റു ഫ്രീക്വൻസി. ഇതൊക്കെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇക്വേഷൻസിൽ അറിയേണ്ടതാണ്. ആംഗുലാർ വെലോസിറ്റി is equal to 2π by period or 2π into frequency. ആംഗുലാർ വെലോസിറ്റി ലീനിയർ വെലോസിറ്റി തമ്മിലുള്ള ബന്ധം വെക്ടർ ഫോമിൽ ലീനിയർ വെലോസിറ്റി is equal to ആംഗുലാർ വെലോസിറ്റി ക്രോസ് റേഡിയസ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് V is equal to R ഒമേഗ. അപ്പൊ ഈ ബോക്സിലിട്ട സാധനങ്ങളൊക്കെ നന്നായി പഠിക്കുക. എപ്പോ ചോദിച്ചാലും നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ ടാൻജന്റിൽ കൂടെ. ലീനിയർ വെലോസിറ്റി ഡയറക്ഷൻ എപ്പോഴും ടാൻജന്റിലൂടെയാണ്. ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ എപ്പോഴും ആക്സിസിലൂടെയാണ്. ആക്സിസിലൂടെ അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നുള്ളത് നോക്കാനാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറഞ്ഞത്. ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞാൽ ആക്സിസിലൂടെ ഉള്ളിലേക്ക്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞാൽ ആക്സിസിലൂടെ പുറത്തേക്ക്. ഈ മാഗ്നിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഓർമ്മിക്കുക. ഇതിൽ നിന്ന് നിങ്ങളോട് ഒരു പ്രോബ്ലം ചോദ്യം വരും. അപ്പൊ ഇപ്പൊ ഈ ബോർഡിന്റെ മുകളിൽ എഴുതിയതൊക്കെ ഒന്ന് നോക്കിയ, ബോർഡിന്റെ മുകളിൽ എഴുതിയതൊക്കെ ഒന്ന് കാണാം. എന്താണ് റൊട്ടേഷണൽ മോഷൻ എന്ന് എഴുതി, എന്താണ് സർക്കുലർ മോഷൻ എന്ന് എഴുതി, പീരിയോഡ് എന്താണെന്ന് മനസ്സിലായി, ഫ്രീക്വൻസി മനസ്സിലായി, അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായി, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എത്താനെടുത്ത സമയം ടി ആണെങ്കിൽ ഇപ്പൊ സഞ്ചരിച്ച ദൂരമാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അതിനെടുത്ത സമയം എന്താണെന്ന് നമുക്കറിയാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ തിരിഞ്ഞ ആംഗിൾ ആണ്, അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. ഇനി നമ്മൾ അവർ തമ്മിലുള്ള ബന്ധം കാണാണ്. ലീനിയർ ക്വാണ്ടിറ്റിയും ആംഗുലാർ ക്വാണ്ടിറ്റിയും തമ്മിൽ ബന്ധം കാണലാണ് ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ലീനിയർ മോഷൻ നടക്കുമ്പോൾ ചെറിയ ചെറിയ റൊട്ടേഷണൽ മോഷൻ ഒപ്പം നടക്കുകയാണ്. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം പറയാം നമ്മൾ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസിൽ നിന്നാണ് തീറ്റ സമം എസ് ബൈ ആർ എഴുതിയത്, എസ് എം ആർ തീറ്റ എഴുതിയത്. രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ടൈം കൊണ്ടടിച്ചു. ഒരേപോലെ ഒരേ സമയം കൊണ്ട് ഒരേ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നേരെ ടൈം കൊണ്ടായിരിക്കാം. അതല്ല, തുടർച്ചയായിട്ട് മാറുന്നുണ്ട്, സമയത്തിനനുസരിച്ച് ഇവരെ തിരിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ds/dt. അപ്പൊ ഡിഫറൻഷ്യൽ ഫോമിൽ തന്നെ എഴുതും, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എഴുതും. അതാണ് ഞാൻ എഴുതിയത്, ഇതാണ് ശരി പൂർണ്ണമായിട്ട്. ds/dt ഈക്വൽ ടു ആർ dθ/t. രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിൽ ds/dt ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, ആർ ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഇതിനെ വെക്ടർ ഫോമിൽ ഇങ്ങനെ എഴുതാൻ ഓർമ്മിക്കുക. പലരും ആർ ക്രോസ് ഒമേഗ എന്ന് എഴുതും. നിങ്ങളുടെ ചോയ്സിൽ ചിലപ്പോൾ ആർ ക്രോസ് ഒമേഗ ഉണ്ടാവും, ഒമേഗ ക്രോസ് ആറും ഉണ്ടാവും. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഒമേഗ ക്രോസ് ആറാണ്. എന്നാലാണ് ഈ ഡയറക്ഷൻസ് ഒക്കെ ശരിയാവും. ഓക്കെ, അപ്പോ അതിന്റെ യൂണിറ്റ് ആർ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ ഫോർമുല T⁻⁻1 ആണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇല്ലാണ്ട് ഈ കാര്യം പറയാം. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്, നമ്മൾ ഡിസ്റ്റൻസ് പറയില്ല. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് പകരം ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഡയറക്ഷൻ ഇല്ല. അതേപോലെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നതിന് വരെ ആംഗുലാർ സ്പീഡ് എന്നാണ് പറഞ്ഞെങ്കിൽ ഡയറക്ഷൻ ഇല്ല. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞതിന് പകരം അതിനെ നമ്മൾ സ്കാലർ ആയിട്ട് എടുക്കും.
അപ്പൊ ആംഗുലാർ സ്പീഡ് സ്കെലാർ ആണ്, ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടർ ആണ്. അത്രേ വ്യത്യാസമുള്ളൂ. ആംഗുലാർ വെലോസിറ്റി പറയുമ്പോൾ ഡയറക്ഷൻ ആക്സിസിലൂടെ പറഞ്ഞേ പറ്റൂ. അതിന് ഈ ഫോർമുല അറിയണം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും അറിയണം. ഒമേഗയും പീരിയോഡും ഫ്രീക്വൻസി ഒക്കെ തമ്മിലുള്ള ബന്ധം ഓർമ്മയിൽ വെക്കുക. ഒരു പ്രാവശ്യം ഫുൾ കറങ്ങിയാൽ 2π റേഡിയൻ ആണ്, അതിനെടുക്കുന്ന സമയം പീരിയോഡാണ്. ഇപ്പൊ 2π ബൈ പീരിയോഡാണ് ആംഗുലാർ വെലോസിറ്റി. 1 ബൈ പീരിയോഡിന് പകരം നമുക്ക് ഫ്രീക്വൻസി എന്ന് എഴുതാം, ഒമേഗ സമം 2π. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിൽ വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പ്രോബ്ലം ഞാൻ തരാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഒരു പാർട്ടിക്കിള് 10 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞു. ഒരു പാർട്ടിക്കിള് എല്ലാവരും ഒപ്പം നോട്ട് ചെയ്ത് റഫിൽ ഇങ്ങനെ എഴുതിക്കോ. ഒരു പാർട്ടിക്കിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അതേപോലെ, ഞാൻ കാണാണ്ട് പറയുന്നതുകൊണ്ട് അതേ സംഖ്യ അല്ല എന്ന് മാത്രം. 10 റൊട്ടേഷൻസ് ചെയ്തു. എത്ര സെക്കൻഡ് കൊണ്ടാണ്? 5 സെക്കൻഡ്. 5 സെക്കൻഡ് എടുത്ത് 10 റൊട്ടേഷൻ ചെയ്തു. ഒരു പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുക. 10 റൊട്ടേഷൻസ് ഇൻ 5 സെക്കൻഡ്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്സ്? സിമ്പിൾ ആണ് ചോദ്യം. വാട്ട് ഈസ് ഇറ്റ്സ് പീരിയോഡ്? വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലാർ വെലോസിറ്റി ഓർ ആംഗുലാർ സ്പീഡ്? ഡയറക്ഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ സ്പീഡ് ഒക്കെ ഒന്ന് തന്നെ. ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. 5 സെക്കൻഡ് എടുത്ത് 10 പ്രാവശ്യം തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗുലാർ വെലോസിറ്റി ആംഗുലാർ സ്പീഡ് ഒക്കെ ഒന്ന് തന്നെ. നമ്മൾ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി ഒരേപോലെ പറയുന്ന പോലെ, ഡയറക്ഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ച വാട്ട് ഈസ് പീരിയോഡ്? പീരിയോഡ് ഇസ് ഈക്വൽ ടു ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയം. 10 റൊട്ടേഷൻ 5 സെക്കൻഡ്. അപ്പൊ ഒരു റൊട്ടേഷൻ എത്ര എടുക്കും? ഈ 5 സെക്കൻഡിന് അങ്ങോട്ട് കൊണ്ടുവരും അല്ലേ? അതോ ഇവിടുന്ന് അങ്ങോട്ട് 10 അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾ എന്താ ചെയ്യുക? ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം 10 റൊട്ടേഷൻ 5 സെക്കൻഡ് ആണെങ്കിൽ ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എത്രയാ? 10/5 ആണോ 5/10 ആണോ? ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എത്രയാ? 10/5 എന്ന് നിങ്ങൾ എഴുതുമോ 5/10 എന്ന് എഴുതും? ആരെങ്കിലും ഒരാൾ പറ. ഇല്ല. താങ്ക് യു പറയുമ്പോ പറയണട്ടാ, മറക്കരുത്. അപ്പൊ 1 റൊട്ടേഷൻ ഇങ്ങനെ ഏരോമാർക്ക് ഇട്ട് വെക്കുക. 10 റൊട്ടേഷൻ 5 സെക്കൻഡ്. അപ്പൊ 1 റൊട്ടേഷന് ഏരോമാർക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഈ 10 ഇങ്ങോട്ട് പോകുമ്പോഴല്ലേ ഇത് 1 റൊട്ടേഷൻ ആവുക. ഇത് അങ്ങോട്ട് പോകുമ്പോ എന്താ ചെയ്യുക? 5/10 സെക്കൻഡ്. അപ്പൊ ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം 5/10 സെക്കൻഡ് ആണ്. ഒരു റൊട്ടേഷന് അര സെക്കൻഡ് എടുക്കും. അപ്പൊ പീരിയോഡ് ഇസ് ഈക്വൽ ടു 5/10 ആണ്. ദാറ്റ് ഈസ് ഹാഫ് സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് 5 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം അയാൾക്ക് തിരിയാൻ പറ്റും. അപ്പൊ പീരിയോഡ് ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയം അര സെക്കൻഡ്. ഫ്രീക്വൻസിയോ? ഫ്രീക്വൻസി എത്രയാ? ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം തിരിയും? 5 സെക്കൻഡിൽ 10 പ്രാവശ്യം തിരിയും. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം തിരിയും? ഏരോ മാർക്കിന് കേട്ടോ. ഇവിടെ 5 എന്നുള്ളത് 1, 1 സെക്കൻഡ് ആക്കണം. അപ്പൊ ഈ 5 ഇപ്പുറത്തേക്ക് വരണ്ടേ? സോ 10/5 റൊട്ടേഷൻ. അപ്പൊ 5 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം തിരിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് 10/5 റൊട്ടേഷൻ ചെയ്യും. 10/5 എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് എന്താ? ഹേർട്സ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലേ? ഇതൊക്കെ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ എഴുതിക്കോളാൻ പറഞ്ഞത്. അപ്പൊ പീരിയോഡ് 10 റൊട്ടേഷൻ 5 സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയോഡ് ഹാഫ് സെക്കൻഡ് ആണ്. ഫ്രീക്വൻസി 2 ഹേർട്സ് ആണ്. ഇനി എന്റെ ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലാർ സ്പീഡ് ഓർ ആംഗുലാർ വെലോസിറ്റി? ഡയറക്ഷൻ പറയാത്തതുകൊണ്ട് രണ്ടെണ്ണം എന്ന് പറഞ്ഞാലും ഒരേപോലെ തന്നെ. ഒമേഗ ഈക്വൽ ടു എന്താ ഫോർമുല എഴുതുക? 2π ബൈ പീരിയോഡ് എന്നോ 2π ഇൻറ്റു ഫ്രീക്വൻസി എന്ന് എഴുതാം. ആൻസർ ഈസ് 2π ബൈ പീരിയോഡ് എത്രയെന്ന് പറഞ്ഞത്? 1/2. ആൻസർ ഈസ് 2 മുളിക്കേറിലും 4π. യൂണിറ്റ് എഴുതാതിരിക്കരുത്, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടി ചേർക്കണം. ഇഫ് ദ റേഡിയസ് ഓഫ് ദ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ, ആ കറങ്ങുന്ന സർക്കുലർ പാത്തിന്റെ റേഡിയസ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിലാണ് ഈ പാർട്ടിക്കിൾ കറങ്ങുന്നതെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ലീനിയർ വെലോസിറ്റി? വാട്ട് ഈസ് ഇറ്റ്സ് ലീനിയർ വെലോസിറ്റി? എന്താ നമ്മൾ ഫോർമുല എഴുതുക? V is equal to R omega. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒക്കെ ഞാൻ മാറി മാറി ഉപയോഗിക്കണം ഒക്കെ തന്നെ. സോ V is equal to R omega. വാട്ട് ഈസ് R? 10 സെന്റിമീറ്റർ. അങ്ങനെ ഇട്ടാൽ മതിയാ? ഇല്ല, യൂണിറ്റ് മീറ്ററിലാക്കണം. അപ്പൊ 0.1 അല്ലെ ഇൻറ്റു മീറ്ററിലാക്കി ഇൻറ്റു ഒമേഗ എത്ര കിട്ടിയ? 4π. ആൻസർ ഈസ് 0.45 എന്താണ് യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ്. 0.45 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ ലീനിയർ വെലോസിറ്റി. അപ്പൊ നോക്കുക, റേഡിയസ് തന്നാൽ ഇങ്ങനെ റൊട്ടേഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. ഒരു പാർട്ടിക്കിൾ കറങ്ങുന്നത് 120 RPM-ലാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു വാചകം. RPM എന്താണ്? RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നുള്ളതിന്റെ ചുരുക്ക രൂപമാണ് RPM. ഇത് പല സമയത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കാണേണ്ടി വരും.
അപ്പൊ RPM റൊട്ടേഷൻ പെർ മിനിറ്റ് 120 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണാൻ പറയും. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ഇതേപോലെ തെറ്റിക്കാണ്ട് നിങ്ങൾ തന്നെ സ്വന്തം എഴുതിക്കോ. 120 റൊട്ടേഷൻ 1 മിനിറ്റിലാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡിലാക്കണം. 60 സെക്കൻഡ്. സോ 1 റൊട്ടേഷൻ, അതിനുള്ള സമയമല്ലേ നമ്മൾ പീരിയോഡ്. 60/120, ഇതൊക്കെ അങ്ങോട്ട് മാറും. അത്രയും സെക്കൻഡ്. അപ്പൊ പീരിയോഡ് ഈക്വൽ ടു എത്ര വരും? 1/2 സെക്കൻഡ്. ഓക്കെ. ഇനി ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾ നിർത്തുക. അപ്പൊ ഇവിടെ 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം കടന്നു? 60 സെക്കൻഡിൽ 120 പ്രാവശ്യം. അപ്പൊ 1 സെക്കൻഡിൽ ഈ 60 പുറത്തേക്ക് 120/60. അപ്പൊ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 120/60 2 ഹെർട്സ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പൊ ഇങ്ങനെ തരാം. RPM എന്നുള്ള സംഖ്യയുടെ രൂപത്തിൽ തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. അപ്പൊ ഇതാണ് നമുക്ക് ലീനിയർ സ്പീഡും ആംഗുലാർ വെലോസിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാൻ ഈ ഫോർമുലേനെ ഉപയോഗിക്കാൻ ഒന്നറിയുക. ഇനി പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച വേറൊരു ചോദ്യം, ഒരു പാർട്ടിക്കിള് 10 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞു. 10 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞു. 10 റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. അതിനെടുത്ത സമയം 20 സെക്കൻഡ്. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് 8 റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞു. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞു. അതിനെടുത്ത സമയം വീണ്ടും ഒരു 20 സെക്കൻഡാണ്. ആദ്യത്തെ 20 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം വലത്തോട്ടേക്ക് തിരിഞ്ഞു. പിന്നത്തെ 20 സെക്കൻഡ് കൊണ്ട് 8 പ്രാവശ്യം ഇടത്തോട്ടേക്ക് തിരിഞ്ഞു. ഇതാണ് മൊത്തം നടന്നത്. ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലാർ സ്പീഡ്? ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരും. വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലാർ സ്പീഡ് ഇൻ 40 സെക്കൻഡ്സ്? 40 സെക്കൻഡ്. ആകെ സമയമായി 20, 40 സെക്കൻഡ്. 40 സെക്കൻഡിലെ ആംഗുലാർ സ്പീഡ് എത്ര? ആംഗുലാർ സ്പീഡ് എത്ര? അപ്പൊ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി മണ്ടത്തരം എഴുതി വെക്കരുത്. ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ഒമേഗ സമം ആംഗിൾ ബൈ ടൈം. ഇതല്ലേ നമ്മളെ ഫോർമുല. അപ്പൊ ഞാൻ സ്പീഡാണ് പറയുന്നത്, ഡയറക്ഷൻ നോക്കണില്ല. അപ്പൊ ആംഗുലാർ സ്പീഡ് ഇസ് ഈക്വൽ ടു ആംഗുലാർ സ്പീഡ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യണമെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്രയാ? ദിശയൊന്നും നോക്കണ്ട. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. മൊത്തം 18 പ്രാവശ്യം തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ 18 പ്രാവശ്യം തിരിഞ്ഞു. 18 ഇൻറ്റു ഒരു പ്രാവശ്യം തിരിഞ്ഞാൽ എത്ര ആംഗിൾ തിരിയും? 2π റേഡിയൻ തിരിയും അല്ലെ? അപ്പൊ മൊത്തം ആംഗിൾ 18 ഇൻറ്റു 2π ഇങ്ങനെ തന്നെ ചെയ്യണം. ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം എത്രയാ? 40 സെക്കൻഡ്. ഇത്രയും റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആംഗുലാർ സ്പീഡ്. ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ആകെ റൊട്ടേഷൻസിൽ നമ്മൾ അതിനെ 2π കൊണ്ട് വരിക്കും. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ 2π റേഡിയൻ. അപ്പൊ 18 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ 18 ഇൻറ്റു 2π. ഇത്രയാണ് ആംഗുലാർ ഡിസ്റ്റൻസ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ല. അതിനെ സമയം കൊണ്ട് അടിച്ചാൽ ആംഗുലാർ സ്പീഡ് കിട്ടും. ഓക്കെ. അപ്പൊ ആംഗുലാർ വെലോസിറ്റി എത്ര? ആംഗുലാർ വെലോസിറ്റി എത്ര? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നോക്കൂ. 10 പ്രാവശ്യം വലത്തോട്ടേക്ക് തിരിഞ്ഞു. പിന്നെ 8 പ്രാവശ്യം ഇടത്തോട്ടേക്ക് തിരിഞ്ഞു. വലത്തോട്ടേക്ക് തിരിഞ്ഞതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ ഇടത്തോട്ടേക്ക് തിരിഞ്ഞതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ടി വരും. ഓപ്പോസിറ്റ്. അപ്പൊ ഫലത്തില് 10 പ്രാവശ്യം വലത്തോട്ടേക്കും 8 പ്രാവശ്യം ഇടത്തോട്ടേക്കും തിരിഞ്ഞാൽ 10 - 8 അല്ലേ? അല്ലേ? അപ്പോ 2 റൊട്ടേഷൻ തിരിഞ്ഞ ഗുണേ ഉള്ളൂ. അതെവിടേക്കാണ്? ക്ലോക്ക് വൈസ് ആയിട്ട്. 8 പ്രാവശ്യം ഇടത്തോട്ടേക്ക് തിരിഞ്ഞപ്പോ ഈ 10-ലെ 8 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി 2 ബാക്കി. അപ്പോ ഇൻ ഇഫക്ട് 2 പ്രാവശ്യം തിരിഞ്ഞിട്ടുള്ളൂ ക്ലോക്ക് വൈസ് ആയിട്ട്. സോ 2 ഇൻറ്റു ഒരു പ്രാവശ്യം തിരിഞ്ഞാൽ എത്രയാ? 2π റേഡിയൻ. സോ 2 ഇൻറ്റു 2π ഡിവൈഡ് ബൈ സമയം 40 സെക്കൻഡ്. ഇതാണ് എന്ത്? ആംഗുലാർ വെലോസിറ്റി. മാറുകയും അപ്പൊ 10 പ്രാവശ്യം തിരിച്ചു തിരിഞ്ഞാൽ എന്താവും വരിക? ആംഗുലാർ വെലോസിറ്റി 0. 8 പ്രാവശ്യം തിരിഞ്ഞുകൊണ്ടാണ് ഉത്തരം കിട്ടിയത്. 10 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ടും 10 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും തിരിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോയി. സോ ടോട്ടൽ ആംഗുലാർ വെലോസിറ്റി ഈസ് 0 എന്ന് കിട്ടും. ആംഗുലാർ സ്പീഡ് 0 അല്ല. ഓക്കെ. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ആംഗുലാർ സ്പീഡും ആംഗുലാർ വെലോസിറ്റി വ്യത്യാസം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ആകെ റൊട്ടേഷൻസിനെ 2π കൊണ്ട് പെരുക്കുക, സമയം കൊണ്ട് അടിച്ചാൽ നിങ്ങൾക്ക് ആംഗുലാർ സ്പീഡ് കിട്ടും. അതേ സമയത്ത് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷനെയും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷനെയും ഒന്നിനെ പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഡിഫറൻസ് എടുത്തിട്ട് അതിനെ 2π കൊണ്ട് വരിക. അപ്പൊ 10 - 8 2 രണ്ടിനെ 2π കൊണ്ട് വരുത്തി ടോട്ടൽ ടൈം കൊണ്ട് അടിച്ചാൽ നിങ്ങൾക്ക് ആംഗുലാർ വെലോസിറ്റി കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആസ് യൂഷ്വൽ പലപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ഇതൊക്കെ മറ്റേ ചാപ്റ്ററിൽ വരുന്നതാണ്. റൊട്ടേഷണൽ മോഷനിൽ അല്ലെങ്കിലും നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനിലും വേണ്ടതാണ്. ക്ലോക്കിലെ സൂചിയുടെ ആംഗുലാർ വെലോസിറ്റി കാണാൻ. സെക്കൻഡ് സൂചിയുടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഓഫ് വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് എന്താവും വരിക? സെക്കൻഡ് സൂചിയുടെ പീരീഡ് എത്രയാ? ഒരു പ്രാവശ്യം സെക്കൻഡ് സൂചി കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡാ? 60 സെക്കൻഡാ. അറിയാലോ അല്ലെ? അപ്പോ ഒമേഗ സമം 2π/60.
ഉത്തരം 5/30 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ സെക്കൻഡ് സൂചിയുടെ ആംഗുലാർ സ്പീഡ് 5/30 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി മിനിറ്റ് ഹാൻഡ് ആണെങ്കിലോ, മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ പീരിയോഡ് എത്രയാ? ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയം മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം കറങ്ങിയാൽ 60 മിനിറ്റ് കറങ്ങും അല്ലെ? 60 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്തുക. അപ്പൊ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 × 60 സെക്കൻഡ് ആണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/60 × 60 ദാറ്റ്സ് ഈക്വൽ ടു 5/1800 റേഡിയൻ പെർ സെക്കൻഡ്. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. അപ്പൊ അടുത്തത് അവർ ഹാൻഡ്. മണിക്കൂർ സൂചിയുടെ ആംഗുലാർ വെലോസിറ്റി എത്രയാവും? പീരിയോഡ് എത്രയാ? ഒരു പ്രാവശ്യം മണിക്കൂർ സൂചി തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്താൻ 12 മണിക്കൂർ എടുക്കും അല്ലെ? 24 മണിക്കൂർ എന്ന് തെറ്റി എഴുതരുത്. ഒരു പ്രാവശ്യം സൂചി തിരിഞ്ഞോടേക്ക് തിരിച്ചെത്തിയപ്പോ 12 മണിക്ക് തുടങ്ങി. ഇപ്പൊ നമ്മൾ എത്ര 4:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ആ സൂചി 4:30 എത്തുമ്പോ, മണിക്കൂർ സൂചി 4:30 എത്തുമ്പോഴേക്ക് എത്രയും സമയം? 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. നാളെ പുലർച്ചെ 4:30 ആയിട്ടുണ്ടാവും ഇതേ സ്ഥലത്തേക്ക് എത്താൻ. അപ്പോ 12 മണിക്കൂറാണ് അതിന്റെ പീരിയോഡ്. ദാറ്റ്സ് ഈക്വൽ ടു 12 × 60 × 60 സെക്കൻഡ്. സോ ഒമേഗ സമം 2π/12 × 60 × 60 റേഡിയൻ പെർ സെക്കൻഡ് ആണ് മണിക്കൂർ സൂചിയുടെ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ലീനിയർ ആംഗുലാർ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഹാൻഡ്, ആംഗുലാർ വെലോസിറ്റി ഓഫ് മിനിറ്റ് ഹാൻഡ്, ആംഗുലാർ വെലോസിറ്റി ഓഫ് അവർ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് ഓർ വാച്ച്. ഇനി ഈ കേസിലൊക്കെ നിങ്ങൾക്ക് ആ സൂചിയുടെ നീളം തന്നിട്ടുണ്ടെങ്കിൽ ആ സൂചിയുടെ നീളം എന്തായിട്ട് എടുക്കാം? റേഡിയസ് ആയിട്ട് എടുക്കാം അല്ലെ? സെക്കൻഡ് സൂചിക്ക് ഇത്ര നീളമുണ്ട്, മിനിറ്റ് സൂചിക്ക് ഇത്ര നീളമുണ്ട്, അല്ലെങ്കിൽ ആ മണിക്കൂർ സൂചിക്ക് ഇത്ര നീളമുണ്ട്. ആ റേഡിയസ് ആയിട്ട് ആ സൂചിയുടെ നീളം തന്നാൽ അതിന്റെയൊക്കെ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാം. എന്താ ഫോർമുല? V = R ഒമേഗ. ഒമേഗ ഇവിടുന്ന് കിട്ടിയിട്ട് റേഡിയസിന്റെ സ്ഥാനത്ത് നിങ്ങൾ ആ സൂചിയുടെ നീളം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെങ്ത് ഓഫ് ദ മിനിറ്റ് ഹാൻഡ് എന്തെന്നുണ്ടെങ്കിൽ അതിനെ റേഡിയസ് ആയിട്ട് എടുക്കുക. ആ ആറിനെ ഈ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതാത് സൂചികളുടെ ലീനിയർ വെലോസിറ്റിയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടതാണ്. ഇതൊക്കെ നമ്മള് പ്രൊജക്ടൈൽ മോഷന് ശേഷം 2 ഡയമെൻഷണൽ മോഷനിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടി പറഞ്ഞു മാത്രം ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ചെയ്യാൻ അറിയണം. എന്താണെങ്കിലും ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ക്രോസ് റേഡിയസ്. ഈ ഫോർമുല ഓർമ്മിക്കുക. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് V = R ഒമേഗ. ഇപ്പൊ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചു മാത്രം എന്ത് അക്ഷരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ചിട്ട് പ്രോബ്ലങ്ങൾ ചോദിക്കും. ഇതിൽ നിന്ന് ഒമേഗേനെ എന്താ നന്നായിട്ട് അറിയാം, റേഡിയസിനെ അറിയാം, ലീനിയർ വെലോസിറ്റിനെ അറിയാം. ഇവരെയൊക്കെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാനും അറിയാം. ഇനി വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ 1-2 കാര്യങ്ങൾ പറയാൻ പോവാം. സർക്കുലർ മോഷനില് ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറുന്നുണ്ട് അല്ലെ? ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താ? ടാൻജന്റ് മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറുമ്പോൾ അതിന് വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവും. ഈ ഡയറക്ഷന്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന വെലോസിറ്റിയുടെ മാറ്റത്തിനെ കാണിക്കുന്ന വാക്കാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു, എന്തായാലും ഇപ്പോഴും അത് പറഞ്ഞേ പറ്റൂ. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ AR ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? ലീനിയർ വെലോസിറ്റി ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു V²/R. ദാറ്റ്സ് ഈക്വൽ ടു R ω². ഇതൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. സർക്കുലാർ മോഷൻ നടത്തുമ്പോൾ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ടാൻജന്റ് മാറുന്നത് കൊണ്ട് തുടർച്ചയായിട്ട് മാറും. ആ മാറ്റം കൊണ്ട് വെലോസിറ്റി മാറും. ആ മാറ്റത്തിനെ കാണിക്കുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ. അതിന്റെ ഡയറക്ഷൻ റേഡിയസിലൂടെ സെന്ററിലേക്കായിരിക്കും. ഇതൊക്കെ ഓർമ്മയ്ക്ക് ഞാൻ ഇപ്പൊ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല, പക്ഷെ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയണം. റേഡിയസിലൂടെ സെന്ററിലേക്കായിരിക്കും. ചിത്രം ഇങ്ങനെ വരും. ഇറങ്ങാണ്, ഇതാണ് സെന്റർ. പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. വെലോസിറ്റി ഇതാണ് ഡയറക്ഷൻ. റേഡിയസിന്റെ ഡയറക്ഷൻ ഇതാണ്. പുറത്തേക്ക് ഏറെ മാർക്ക്. പക്ഷെ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഈ ഡയറക്ഷൻ മാറുന്നതുകൊണ്ടുള്ളത് സെന്ററിലേക്ക് ഡയറക്ട് ചെയ്തിരിക്കും. ഇതാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ AR. ഇതാണ് ലീനിയർ വെലോസിറ്റി. എപ്പോഴും സെൻട്രിപീറ്റൽ ആക്സിലറേഷനും ലീനിയർ വെലോസിറ്റിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. നോർമൽ വെക്കുക. അപ്പോ ഒരേ സ്പീഡിലാണ് പാർട്ടിക്കിൾ കറങ്ങുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക യൂണിഫോം സർക്കുലാർ മോഷൻ എന്നാണ്. ഒരേ സ്പീഡിലാണ് കറങ്ങുന്നതെങ്കിൽ കൂടി ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് അവിടെ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പൊ പാർട്ടിക്കിളിന് റേഡിയസിലൂടെ ആക്സിലറേഷൻ ഉണ്ടാവും, വെലോസിറ്റി ടാൻജന്റ് കൂടെ ഉണ്ടാവും. വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദിസ് ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി? 90 ഡിഗ്രി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ടാൻജന്റിനും റേഡിയസിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് സെൻട്രിപീറ്റൽ ആക്സിലറേഷനും ലീനിയർ വെലോസിറ്റിക്ക് ഇടയ്ക്കുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയാണ്. ഇതെന്ത് ചലനാണെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ, സ്പീഡ് മാറാതെ ഒരേ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ
അയാളുടെ വിയുടെ മാഗ്നറ്റ്യൂഡ് മാറുന്നില്ല, പക്ഷെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പൊ ഡയറക്ഷന്റെ മാറ്റം കൊണ്ടുണ്ടാവുന്ന ഒരേ ഒരു ആക്സിലറേഷൻ അവിടെ ഉണ്ടാവുള്ളൂ, അതാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇയാളുടെ സ്പീഡ് മാറുകയാണ്. ഇപ്പൊ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ, ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധയിൽ വരണം. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ എന്താണ് കോൺസ്റ്റന്റ്? പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. വെലോസിറ്റി ആണോ കോൺസ്റ്റന്റ്? അല്ല. എന്താ കോൺസ്റ്റന്റ്? സ്പീഡാണ് കോൺസ്റ്റന്റ്. വിയുടെ മാഗ്നറ്റ്യൂഡ് ആണ് കോൺസ്റ്റന്റ്, ഡയറക്ഷൻ മാറുന്നു. ഓക്കെ. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണോ? സെൻട്രിപീറ്റൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണോ? ഈ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണോ? ആണോ? മാഗ്നറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ? വിയും ഒമേഗയൊന്നും മാറുന്നില്ല, ആംഗുലാർ സ്പീഡ് മാറുന്നില്ല, ലീനിയർ സ്പീഡ് മാറുന്നില്ല. അതുകൊണ്ട് v²/r എന്ന് എഴുതിയാലും r⍵² എന്ന് എഴുതിയാലും v⍵ എന്ന് എഴുതിയാലും അത് മാറില്ല. മാഗ്നറ്റ്യൂഡ് സെയിം. പക്ഷെ ഡയറക്ഷൻ നോക്കൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ അപ്പൊ ഇങ്ങനെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടെ എത്തിയ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പൊ തുടർച്ചയായിട്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് സെൻട്രിപീറ്റൽ ആക്സിലറേഷന്റെ മാഗ്നറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് സെയിം ആണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് വെലോസിറ്റിയുടെ മാഗ്നറ്റ്യൂഡ് മാറുന്നില്ല, ഡയറക്ഷൻ മാറുന്നു. സെൻട്രിപീറ്റൽ ആക്സിലറേഷനും അതേപോലെ തന്നെ മാഗ്നറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഈസ് നോട്ട് കോൺസ്റ്റന്റ് വെക്ടർ. യൂണിഫോം സർക്കുലർ മോഷനിലെ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ല, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. തുടർച്ചയായിട്ട് അതിന്റെ ഡയറക്ഷൻ കണ്ടോ? സെന്ററിലേക്ക് ഇങ്ങനെ വന്നത് തുടർച്ചയായിട്ട് മാറുന്നു. ഓർമ്മയിൽ വെക്കാം. അപ്പൊ ഞാൻ അടുത്ത പോയിന്റ് പറയാൻ പോകുന്നത് ഇപ്പോൾ നോൺ യൂണിഫോം സർക്കുലർ മോഷനാണ്. സ്പീഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരേ സ്പീഡിലല്ല കറങ്ങുന്നത്. കോക്കല സൂചി കറങ്ങുന്നത് ഒരേ സ്പീഡിലാണ്, അതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. പക്ഷെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോ രണ്ട് ആക്സിലറേഷൻസ് ഉണ്ടാവും. സ്പീഡിന്റെ മാറ്റം കൊണ്ടുണ്ടാവുന്ന ആക്സിലറേഷനും ഡയറക്ഷന്റെ മാറ്റം കൊണ്ടുണ്ടാവുന്ന സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. സ്പീഡിന്റെ മാറ്റം കൊണ്ടുണ്ടാവുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. കാരണം ടാൻജന്റ് കൂടെയാണ് ലീനിയർ വെലോസിറ്റി ഉള്ളത്. ഈ സ്പീഡ് മാറുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ആക്സിലറേഷനെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ഉപയോഗിക്കുന്ന അക്ഷരം AT. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് എഴുതാം? നമുക്ക് നേരത്തെ ഇക്വേഷൻ കിട്ടിയിരുന്നു, v = r⍵, അല്ലെ? നേരത്തെ റിലേഷൻ ലീനിയർ വെലോസിറ്റി റേഡിയസ് ഇൻടു ആംഗുലാർ വെലോസിറ്റി. ഇപ്പൊ നമ്മൾ ആ വെലോസിറ്റിയുടെ മാഗ്നറ്റ്യൂഡിന്റെ മാറ്റം കാണാൻ പോവാണ്. സമയത്തിനനുസരിച്ച് ഈ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇടത് ഭാഗത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dv/dt. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ഈക്വൽ ടു റേഡിയസ് മാറുന്നില്ല, ഒരേ വട്ടത്തിലാണ് കിടക്കുന്നതെങ്കിൽ r അങ്ങനെ തന്നെ കിടക്കും. ഒമേഗ മാറുന്നുണ്ട്. നേരത്തെ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒമേഗ മാറില്ല, പക്ഷെ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒമേഗയും മാറും. അപ്പോൾ dω/dt വന്നു. ഓക്കെ. വാട്ട് ഈസ് dv/dt? ദാറ്റ് ഈസ് കോൾഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ലീനിയർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച്. അത് ഏത് കൂടെ ഉണ്ടാവുക? ടാൻജന്റിലൂടെ ഉണ്ടാവും. അതായത് ഈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ആണ് AT, ടാൻജന്റിലൂടെ. ഈക്വൽ ടു r into what is dω/dt? പുതിയ ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചോ. dω/dt ഈസ് കോൾഡ് ആൽഫ. ആൽഫനെ വിളിക്കുന്ന പേര് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ is equal to dω/dt. So AT is equal to r alpha. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ബോക്സിലെ ഫോർമുല വെക്കണം. അപ്പോൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടൈം റേറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി is called ആംഗുലാർ ആക്സിലറേഷൻ. ഒരു സെക്കൻഡ് സമയം കൊണ്ടുണ്ടായ ആംഗുലാർ വെലോസിറ്റിയുടെ മാറ്റത്തിനെയാണ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. യൂണിറ്റീസ് ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ബൈ സമയത്തിന്റെ യൂണിറ്റ് ഒരു സെക്കൻഡ് കൂടി. സോ ആൻസർ ഈസ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ലീനിയർ ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എല്ലാവർക്കും അറിയാം. അതേപോലെ ആംഗുലാർ ആക്സിലറേഷന്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഓർമ്മയിൽ വെക്കുക, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയമെൻഷണൽ ഫോർമുല ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല t⁻⁻1. t⁻⁻1 മുമ്പ് എഴുതി. ബൈ ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല ഒരു t കൂടി. സോ ആൻസർ ഈസ് t⁻². ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരും. ആംഗുലാർ ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല t⁻². ആംഗുലാർ ആക്സിലറേഷന്റെ SI യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ആംഗുലാർ ആക്സിലറേഷനും ടാൻജൻഷ്യൽ ആക്സിലറേഷനും തമ്മിലുള്ള ബന്ധം AT is equal to r alpha. ഇവിടുന്ന് കിട്ടി d സമം r ഒമേഗ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ഇതുവരെ എഴുതിയ റിലേഷൻസ് s equal to r theta, d is equal to r omega, അപ്പൊ എഴുതി AT is equal to r alpha. ഓക്കെ. ഇതിന്റെ ഒക്കെ വെക്ടർ ആയിട്ട് എഴുതിയാൽ ഇങ്ങനെ വരും. AT നെ വെക്ടർ ആയിട്ട് എഴുതിയാൽ വെക്ടർ AT is equal to നമ്മൾ ഒമേഗ ക്രോസ് r എന്നല്ലേ എഴുതി, അതേപോലെ ഇവിടെ ആൽഫ ക്രോസ് r എന്ന് എഴുതണം. വീണ്ടും ആംഗുലാർ ആക്സിലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആക്സിയൽ വെക്ടർ ആണ്. ആക്സിസിലൂടെ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. ആംഗുലാർ ആക്സിലറേഷന്റെയും ആംഗുലാർ വെലോസിറ്റിയുടെയും ആൽഫയുടെയും ഒമേഗയുടെ ഒക്കെ ഡയറക്ഷൻ
നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ആക്സിയൽ വെക്ടർ ആയിട്ടാണ് അതിന്റെ വെക്ടർ ഫോമിൽ ഇങ്ങനെ എഴുതുക. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആംഗുലർ ആക്സിലറേഷൻ ക്രോസ് റേഡിയസ് വെക്ടർ. അപ്പൊ ഈ ഫോർമുലകളും ഓർമ്മിക്കണം. ഫോർമുല മാത്രമല്ല ഇതിന്റെ കൺസെപ്റ്റ് ഉണ്ടാവണം. അപ്പൊ ആക്സിസിലൂടെയാണ് നമ്മളുടെ ആരുണ്ടാവുക, ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാവുക. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇതുപോലെ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാക്കുന്നതാണ് ആംഗുലർ ആക്സിലറേഷൻ. എ ടി ഉള്ളതുകൊണ്ടാണ് ആൽഫ ഉണ്ടായത്. അപ്പൊ ടോട്ടൽ ആക്സിലറേഷൻ രണ്ടെണ്ണം, എ ടിയും ഉണ്ട് എ ആറും ഉണ്ട്. ഈ എ ടിയില് ആരുണ്ട്, ആൽഫ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ വേറെ നോക്കണ്ട. അപ്പൊ ടോട്ടൽ ആക്സിലറേഷൻ ഈ ഡയറക്ഷനിൽ, വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ, അതായത് ടാൻജന്റിന്റെ ഡയറക്ഷനിൽ എ ടി ഉണ്ട്. റേഡിയസിലൂടെ നേരത്തെ പറഞ്ഞ സെൻട്രിപീറ്റൽ ആക്സിലറേഷനും. അപ്പൊ ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് യൂണിഫോം നോൺ യൂണിഫോം സർക്കുലർ മോഷൻ, ഞാൻ വേറെ വരയ്ക്കാൻ കൺഫ്യൂഷൻ ചെയ്യാതിരിക്കാം. കാരണം നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിചാരിക്കുക ഈ പാർട്ടിക്കിൾ ഇവിടെ അങ്ങനെ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ ടാൻജന്റിലൂടെ അയാളുടെ എ ടി, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, റേഡിയസിലൂടെ സെന്ററിലേക്ക് എ ആർ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. റേഡിയൽ ആക്സിലറേഷനും ടാൻജൻഷ്യൽ ആക്സിലറേഷനും പെർപെൻഡിക്കുലർ ആണ്. സോ റിസൾട്ടന്റ് ആക്സിലറേഷൻ ഇങ്ങനെ വരും. ഇവിടുന്ന് ഒരു ഡയഗണൽ വരയ്ക്കുക, പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ടി സ്ക്വയർ പ്ലസ് എ ആർ സ്ക്വയർ. ഫോർമുലയിൽ വെക്കുക. എ ടിയുടെ സ്ഥാനത്ത് ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ ആൽഫ സ്ക്വയർ. എ ടി ആർ ആൽഫ പ്ലസ്, കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, ശ്രദ്ധിക്കുക. എ ആറിന്റെ സ്ഥാനത്ത് നമുക്കറിയാം ആരാണ്, ആർ ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ അതിനെ സ്ക്വയർ ചെയ്താൽ ആർ സ്ക്വയർ ഒമേഗ റൈസ് ടു 4. ഇതാണ് ഫോർമുല. ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് root of r square alpha square plus r square omega raised to 4, where r is radius, alpha is angular acceleration, omega is angular velocity. at square plus r square കിട്ടിയ കാര്യമാണ്. ഈ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോവാണെങ്കിലും ഇതൊക്കെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടി നന്നായിട്ട് ഇതൊക്കെ എവിടെ പറയും, നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ വരും. ആദ്യം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ യൂണിഫോം സർക്കുലർ മോഷനിൽ പറയും. അപ്പൊ അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലേ അടുത്ത ടോപ്പിക്സ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി പറഞ്ഞു, പീരിയോഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ലീനിയർ വെലോസിറ്റി എന്താണ്, ആംഗുലാർ വെലോസിറ്റി എന്താണ്, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ എന്താണ്, അത് കഴിഞ്ഞ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്താണ്, ആംഗുലാർ ആക്സിലറേഷൻ എന്താണ്. ഇപ്പോൾ അവസാനം എത്തിയത് ടോട്ടൽ ആക്സിലറേഷൻ അത്ര. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് മാറും, ആംഗുലാർ വെലോസിറ്റി മാറും. അപ്പൊ ഉണ്ടാവുന്ന ആക്സിലറേഷൻസ് ആണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതുപോലെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ടുണ്ടായ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. രണ്ടും കൂടി കൂട്ടിയാൽ വെക്ടർ ആയതുകൊണ്ട് രണ്ടും പെർപെൻഡിക്കുലർ ദിശയിലായതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകും. ഓക്കെ, ആംഗുലർ ആക്സിലറേഷനും ടാൻജൻഷ്യൽ ആക്സിലറേഷനും പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് ഒമേഗ മാറിയാൽ സ്പീഡ് മാറും. ഒമേഗയുടെ മാറ്റമാണ് ആംഗുലാർ ആക്സിലറേഷൻ, സ്പീഡിന്റെ മാറ്റമാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷന്റെ മാറ്റമാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. നന്നായി മനസ്സിലാവണം. വട്ടത്ത് കറങ്ങുമ്പോൾ ദിശ മാറുന്നത് കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ ഏത്, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. അതിന്റെ വില, അതിന്റെ ഡയറക്ഷൻ റേഡിയസിലൂടെ. ഇനി നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആകുമ്പോൾ സ്പീഡ് മാറും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആംഗുലാർ സ്പീഡ് മാറും. ആ സ്പീഡിന്റെ മാറ്റം കൊണ്ടുണ്ടാവുന്നതാണ് ലീനിയർ ആക്സിലറേഷൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പുറത്തെ ഡയറക്ഷൻ, അതായത് ആംഗുലാർ വെലോസിറ്റി മാറുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ആക്സിലറേഷൻ ആണ് ആംഗുലാർ ആക്സിലറേഷൻ. ഇവർ രണ്ടാക്കാരും ഒന്ന് തന്നെ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതാണ് എ ടി സമം ആർ ആൽഫ. ഓക്കെ, ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടി റൈസ് ടു മൈനസ് 2 ഡയമെൻഷൻ ഫോർമുലയാണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആക്സിസിലൂടെയാണ്. വെക്ടർ ആയിട്ട് എഴുതുമ്പോൾ എ ടി ഇസ് ഈക്വൽ ടു ആൽഫ ക്രോസ് ആർ എന്നുള്ള ഫോർമുല ഉണ്ട്. ആർ ക്രോസ് ആൽഫ എന്ന് എഴുതണ്ട, ആൽഫ ക്രോസ് ആർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം ബേസിക് ആയിട്ട് നമ്മൾ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന വാക്കിൽ കുറച്ച് ടേംസിനെ അറിയേണ്ടതാണ്. ഇനി എത്താൻ പോകുന്ന അടുത്തൊരു വാക്ക് ഞാൻ ഈ പറയുന്ന ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോകും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അടുത്ത ഫോക്കസ് ഏരിയയുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ആദ്യത്തെ ഫോക്കസ് ഏരിയ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതേ ഉള്ളൂ. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അതിനെ കൂടി ചേർത്ത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? നമുക്ക് സ്വയം മാറാനുള്ള കഴിവില്ലായ്മ. ന്യൂട്ടൺ ഫസ്റ്റ് ലോയിൽ ഡിഫൈൻ ചെയ്താണ്, ലോ ഓഫ് ഇനേർഷ്യയിൽ പറഞ്ഞതാണ്. സ്വയം മാറാതിരിക്കുക, ഫോഴ്സ് ഉണ്ടെങ്കിലേ ഇനേർഷ്യ മാറുള്ളൂ. അങ്ങനെ റൊട്ടേഷണൽ മോഷനിലുള്ള ഇനേർഷ്യയെ കാണിക്കുന്ന വാക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. റൊട്ടേഷണൽ മോഷനിൽ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. റൊട്ടേഷണൽ മോഷനിലെ ഇനേർഷ്യയെ കാണിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ അടുത്ത വാക്ക്, റൊട്ടേഷണൽ മോഷനിലെ ഇനേർഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും.
ഒന്ന് ആ പാർട്ടിക്കിളിന്റെ മാസിനെ. ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിൾ എന്നാ പറയുന്നത്. പക്ഷെ ഒരു പാർട്ടിക്കിളിനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റാം. ഒരു റിജിഡ് ബോഡിയോ നോൺ റിജിഡ് ബോഡിയോ ഒക്കെ ആക്കിയാൽ മാറ്റാം. അവിടേക്ക് നമ്മൾ വരാൻ പോകുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു പാർട്ടിക്കിൾ വെച്ച് പറയാൻ തുടങ്ങി. അപ്പൊ ഒരു പാർട്ടിക്കിൾ തിരിയുമ്പോൾ അതിന്റെ റൊട്ടേഷണൽ മോഷനിലെ റൊട്ടേഷണൽ ഇനേർഷ്യ രണ്ട് കാര്യങ്ങളായിട്ട് ബന്ധം. ഒന്ന്, ആ പാർട്ടിക്കിളിന്റെ മാസ്. മുമ്പേ നമ്മൾ ഇനേർഷ്യ പറയുമ്പോൾ മാസ് പറയാറുണ്ട്. മാസ് കൂടിയാൽ ഇനേർഷ്യ കൂടും, മാസ് കുറഞ്ഞാൽ ഇനേർഷ്യ കുറയും. രണ്ടാമത്തെ കാര്യം, അതിന്റെ ആക്സസിൽ നിന്നുള്ള ദൂരം, അല്ലെങ്കിൽ ആ പാത്തിന്റെ സർക്കുലർ പാത്തിന്റെ റേഡിയസ്. സർക്കുലർ പാത്തിന്റെ റേഡിയസ് തന്നെയാണ് നല്ല ഭാഷയിൽ പറഞ്ഞാൽ ആക്സസിൽ നിന്നുള്ള ദൂരം. ആരാണ് ആക്സസ്? സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലെയിനിന് വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ. അപ്പോ ആക്സസിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ റേഡിയസ് തന്നെ. അപ്പൊ ആക്സസിനായിട്ടുള്ള ദൂരവും അതുപോലെ തന്നെ മാസ് ഓഫ് ദ പാർട്ടിക്കിളിനായിട്ടും ബന്ധമുണ്ട് റൊട്ടേഷണൽ മോഷന്റെ ഇനേർഷ്യ. ഇത് രണ്ടും ചേർത്ത് വെച്ചുണ്ടാക്കിയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഉപയോഗിക്കുന്ന അക്ഷരം ഐ ആണ്. I equal to mr². ഫോർമുല ഇമ്പോർട്ടന്റ്. ഞാൻ ഈ ബോക്സിൽ ഇട്ടതൊക്കെ നിങ്ങൾ വീണ്ടും റെക്കോർഡിംഗ് കാണുമ്പോൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കേണ്ട ഫോർമുലകളാണ്. I is equal to mr². What is m? Mass of the particle. ആരാണ് ഓട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാർട്ടിക്കിളിന്റെ മാസ് ആണ്. What is r? Radius of the circular path, അല്ലെങ്കിൽ the distance of the particle from the axis of rotation. ആക്സിസിൽ നിന്നുള്ള ആ പാർട്ടിക്കിളിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ അയാൾ കറങ്ങുന്ന ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ് r. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഡിഫൈൻഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, mr². ഓക്കെ, ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. നമ്മൾ ഏത് ക്വാണ്ടിറ്റി പറയുമ്പോഴും ഇപ്പൊ പറഞ്ഞിരുന്നു സ്കെലാർ ആണോ വെക്ടർ ആണോ എന്ന് പറയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്കെലാർ ആണ്, അതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സ്കെലാർ ആണ്. മാസ് സ്കെലാർ ആണ്, അതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സ്കെലാർ ആണ്. അപ്പൊ ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. SI യൂണിറ്റ് മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം, ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ, അപ്പൊ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, ഡയമെൻഷൻ ഫോർമുല, മാസിന്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ M, റേഡിയസിന്റെ ഡയമെൻഷൻ ഫോർമുല L, സോ ml². എല്ലാവർക്കും അറിയാം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ പരിചയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിങ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതേണ്ടതാണ്. റൊട്ടേഷണൽ മോഷനിലെ ഇനേർഷ്യനെ കാണിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നൊക്കെ ഈ ഫോർമുല എഴുതിയത്. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ അടുത്തൊരു വാക്കിലേക്ക് പോകുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരം K, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇപ്പോഴാണ് നമ്മൾ മെല്ലെ ഒരു പാർട്ടിക്കിളിനെ മാറ്റി ഒരു സിസ്റ്റത്തിനെ ഞാൻ കൊണ്ടുവരാൻ പോവുക. ഇപ്പൊ കൺസിഡർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. നമുക്ക് എളുപ്പത്തിന് റിജിഡ് ബോഡിനെ സങ്കല്പിക്കാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, റിജിഡും ആവാം നോൺ റിജിഡും ആവാം. പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള ദൂരം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറുന്നില്ലെങ്കിൽ അതാണ് റിജിഡ് ബോഡി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ റിജിഡ് ബോഡിനെ പറയും. അപ്പൊ കൺസിഡർ എ റിജിഡ് ബോഡി. ഒരു വാതിലൊക്കെ തിരിയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഈ റിജിഡ് ബോഡിയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റിജിഡ് ബോഡി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആക്സസിനനുസരിച്ചാണ്. AB. ഈ ആക്സസിന് ചുറ്റുമാണ് ഈ ബോഡി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനത്തെ പാർട്ടിക്കിൾസിനെ കാണിക്കാം. ഇങ്ങനെ ഇവരുടെയൊക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവർക്കൊക്കെ ഉള്ള ദൂരങ്ങൾ കാണിക്കാം, മാസ് കാണിക്കാം അല്ലെ. ഈ ദൂരം R2, ആക്സിസ് എന്നുള്ള ദൂരങ്ങൾ കാണിക്കണം M2. ഈ പാർട്ടിക്കിൾക്കുള്ള ദൂരം M3, ഈ ആക്സിസ് എന്നുള്ള ദൂരം R3. അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിന്റെ മൊത്തം മൊമെന്റ് ഓഫ് ഇനേർഷ്യ I അബൌട്ട് ദിസ് ആക്സിസ് മാറി അതൊക്കെ മാറും. അപ്പൊ നമ്മൾ ഇങ്ങനെ താഴത്ത് എഴുതും ആ ആക്സിസിന്റെ പേര്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ദിസ് ആക്സിസ് AB is IAB is equal to എങ്ങനെ എഴുതാം? ആദ്യത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ M1 R1². അയാൾ കറങ്ങുന്ന ആക്സിസിൽ നിന്നുള്ള ദൂരമാണ് R1. അപ്പൊ പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ M2 R2². ആരാണ് M2? ആ പാർട്ടിക്കിളിന്റെ മാസ്. ആക്സിസ് എന്നുള്ള ദൂരമാണ് R. പ്ലസ് എക്സെട്ര. ഇതൊക്കെ കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തം ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഇതിന് പകരം ഈ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് ഇവിടെ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക. സെന്റർ ഓഫ് മാസ്. ഈ സെന്റർ ഓഫ് മാസിലേക്ക് എന്താ സെന്റർ ഓഫ് മാസ്? ഈ റിജിഡ് ബോഡിയുടെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. അവിടേക്ക് ഈ ആക്സിസ് എന്നുള്ള ദൂരം K ആണെന്ന് വിചാരിക്കുക. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ എഴുതാം. IAB is equal to മൊമെന്റ് ഓഫ് ഇനേർഷ്യ is equal to സെന്റർ ഓഫ് മാസിന്റെ മാസ് എത്രയും ക്യാപിറ്റൽ M. ആരുടെ മാസം അത്? ഈ റിജിഡ് ബോഡിയുടെ മൊത്തം മാസ്. ആരാണ് ക്യാപിറ്റൽ M? ക്യാപിറ്റൽ M is equal to M1 plus M2 plus M3 plus etc. ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ കൂടി കൂട്ടിയ മാസ്, ആകെ റിജിഡ് ബോഡിയുടെ മാസാണ് ക്യാപിറ്റൽ M. അത് മുഴുവൻ ഇരിക്കുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ആ സെന്റർ ഓഫ് മാസിലേക്ക് ആക്സിസിൽ നിന്നുള്ള ദൂരമാണ് K. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എങ്കിൽ
ഐ എ ബി സികൾ വീണ്ടും മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ഇപ്പൊ ഈ ബോഡിനെ നോക്കണ്ട, ഒറ്റ പാർട്ടിക്കിൾ ആയിട്ട് വിചാരിക്കുക. അതിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, അതിന്റെ റേഡിയസ് കെ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് എം കെ സ്ക്വയർ. അപ്പൊ ഈ കെ നെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നുള്ള ഫോർമുലയിലേക്ക് നമുക്ക് എഴുതാം. If it is a rigid body, I is equal to m k square, where k is radius of gyration. But define radius of gyration. Radius of gyration is the distance from the axis of rotation to the center of mass of the body without any change in moment of inertia. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേർഷ്യ, എല്ലാ പാർട്ടിക്കിൾസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുകൂട്ടിയതും ഈ സെന്റർ ഓഫ് മാസിന്റെ മാത്രം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുകൂട്ടിയതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി, ഈ സെന്റർ ഓഫ് മാസിലേക്ക് ആക്സിസിൽ നിന്നുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. കെ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത്, യൂണിറ്റ് എന്ത്? അപ്പൊ നിങ്ങൾ പലപ്പോഴും തെറ്റിച്ച് എഴുതും. ഡയമെൻഷൻ ഫോർമുല എം എൽ സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നൊക്കെ എഴുതും. അതൊക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. കെന്റെ ഡയമെൻഷൻ ഫോർമുല കെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എസ് ഐ യൂണിറ്റ് ഈസ് മീറ്റർ, ഡയമെൻഷൻ ഫോർമുല ഈസ് മാറരുത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് എ ഡിസ്റ്റൻസ് ആണ്. എവിടുന്ന് എവിടേക്കുള്ള ദൂരം? സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ദൂരം. കണ്ടീഷൻ പറയണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറരുത്. വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എസ് ഐ യൂണിറ്റ് മീറ്റർ, ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ എൽ ആണ്. അപ്പോ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല ഐ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ. തിരിച്ച് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഫോർമുല കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം. ഫോർമുല വെച്ചോളൂ. അപ്പൊ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ബൈ എം വരും. സോ കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഐ ബൈ എം. റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഫോർമുല മൊമെന്റ് ഓഫ് ഇനേർഷ്യയും മാസും അറിയാമെങ്കിൽ റൂട്ട് ഐ ബൈ എം. വസ്തുവിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് അറിയാം, ആക്സിസിനനുസരിച്ചുള്ളത്. അതിന്റെ മാസും മൊത്തം മാസും അറിയാമെങ്കിൽ ആ വസ്തുവിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഫോർമുല റൂട്ട് ഐ ബൈ എം. ഇതിൽ നിന്ന് തിരിച്ചെഴുതിയതാണ്, ഓർമ്മയിൽ വെക്കണം. അപ്പൊ ഇതും ഒരു പുതിയ കൺസെപ്റ്റ് ആണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഒരു 1-2 ക്ലാസ് ഉണ്ടെങ്കിൽ ചാപ്റ്റർ ഞാൻ തരക്കൂട്ടി പോകുന്നില്ല. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പാരലൽ ആക്സസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. അതിന്റെ അപ്ലിക്കേഷൻസ് ചെയ്തിട്ട് റിംഗിന്റെയും ഡിസ്കിന്റെയും സ്ഫിയറിന്റെ ഒക്കെ ഡയമെൻഷൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുലകൾ പല ആക്സസിനനുസരിച്ചുള്ളത് അറിയണം. ഇതൊന്നും സിലബസ് പോയിട്ടില്ല. പിന്നെ നമുക്ക് അറിയേണ്ടത് ആംഗുലാർ മൊമെന്റം, ടോർക്ക്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നന്നായിട്ട് നിങ്ങൾ ഫോർമുലകളും ഡിറൈവ് ചെയ്യാനും ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ചെയ്യാനുള്ള ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ അത്രയും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാം. നാളെ പാരലൽ ആക്സസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം, റിംഗ്, ഡിസ്ക്, സ്ഫിയർ, റിജിഡ് റോഡ് അറിയാലോ, ഇതിന്റെയൊക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യകൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും. പിന്നെ ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആംഗുലാർ മൊമെന്റും ടോർക്കും റൊട്ടേഷൻ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ 2 ദിവസത്തെ ക്ലാസ്സോടുകൂടി ഞാൻ തീർത്തുതരാം. നിങ്ങൾ ഒപ്പം പഠിക്കണം ഈ ചാപ്റ്റർ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വർക്ക് എനർജി പവറിന്റെ പരീക്ഷ ഞാൻ ഈ ആഴ്ചയിൽ നടക്കും. നാളെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാൻ സമയം തരാൻ വേണ്ടിയിട്ട് പരീക്ഷ നമുക്ക് വ്യാഴാഴ്ച നടത്താം. വ്യാഴാഴ്ചത്തേക്ക് വർക്ക് എനർജി പവറിനെ പ്രിപ്പയർ ചെയ്യുക, ഒപ്പം ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമുക്കെല്ലാം ഒരേപോലെ കൊണ്ടുപോകാം. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, sir. Thank you, sir. Thank you, sir. Yes, sir.